بسم الله الرحمن الرحيم اللهم لك الحمد على نعمك العظيمة وآلائك الجسيمة اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون صدق الله العلي العظيم وفينا رسول الله يتلو كتابه إذا شق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع رسول يرى ما لا يرى الناس حوله ويتلو كتاب الله في كل مشهد तौहीद की अमानत सीनों में है हमारे तौहीद की अमानत सीनों में है हमारे आसान नहीं मिटाना नामो निशा हमारा चीनो अरब हमारा हिंदुस्तान हमारा मुस्लिम है वतन है सारा जहां हमारा ए गुलिस्तान उंदुलुस ओ दिन है याद तुझको था तेरी डालियों में जब आशिया हमारा അനുഗ്രഹീതമായ ഈ നന്മയുടെ സംഗമത്തിൽ ദുആയുടെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ അവറുകളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പർ, നമുക്കെല്ലാവർക്കുമേറെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന
നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അവറുകളെ, വേദിയിലിരിക്കുന്ന സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട TK മുഹമ്മദ് കുട്ടി ഫൈസി, ഖാജ ദാരിമി, ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, വേദിയിലും സദസ്സിലും നിറഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, ഈ പ്രസ്ഥാനത്തിന് സർവാത്മന നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദലവി ദാരിമി, ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരെ, ഇവിടെ പഠിക്കുന്ന സ്നേഹധന്യരായ മുതഅല്ലിമീങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവലോക സംരക്ഷകനായ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമായി ഈ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ പുണ്യം കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ശരീരവും മനസ്സും അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളെയും അല്ലാഹു തആല ദൂരീകരിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന് മാനസികമായി സാമ്പത്തികമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന സർവരുടെയും ജീവിതത്തിൽ അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചൊരിയുമാറാവട്ടെ. ഈമാനോടെ ജീവിച്ച് കാമിലായ മുഅ്മിനായി മരണപ്പെടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എൻ്റെ സംസാരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്തയും അതോടൊപ്പം ഒരു ദുആയും നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിർവഹിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ച ബഹുമാന്യനായ ഈ സമ്മേളനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പമുണ്ട് എന്ന് നേരത്തെ ഇവിടെ പറയപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ അവറുകൾ, ബഹുമാനപ്പെട്ട സയ്യിദലവി ദാരിമി ഇവിടെ സൂചിപ്പിച്ചതിനനുസരിച്ച് 15 സ്ക്വയർ ഫീറ്റ് ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ ആ സംരംഭത്തിന് ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടെ തീരുമാനിച്ചിരിക്കുന്നു. ആ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരും ഒന്ന് ആമീൻ പറയാം. സാധാരണ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നവരാണ് സയ്യിദ് അവറുകളെ പോലെയുള്ളവരൊക്കെ. നമുക്ക് അവരോടുള്ള കടമയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ അവർക്ക് വേണ്ടിയും എപ്പോഴും ദുആ ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന് ആമീൻ പറയാ. അല്ലാഹു തആല തങ്ങളവറുകളുടെ ആ സദഖ കബൂൽ ചെയ്യുമാറാവട്ടെ. റഹ്മാനായ തമ്പുരാൻ ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. തമ്പുരാൻ ആ സദഖയുടെ പകരമായി ദുനിയാവിലും ആഖിറത്തിലും ഇരട്ടി ഇരട്ടി പ്രതിഫലം ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. ആരൊക്കെയാണോ ഇതുമായിട്ട് സഹകരിക്കുവാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിരിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളെ പടച്ച തമ്പുരാൻ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. 1 മണിക്കൂറാണ് എന്നോട് സംസാരിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഒരു തുടക്കമൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. 1-2 കാര്യങ്ങൾ മാത്രം. ഇനി സമയം കൂട്ടാനാണെങ്കിൽ വേണ്ട കേട്ടോ. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഹംസ ഉസ്താദ് അവറുകൾ വേദിയിലുള്ള ആളല്ലേ? വേദിയിലുള്ള ആളാണ്. ഒരു 10 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വാഴ്ന്നു കഴിയുമ്പോഴേക്ക് ഇതേപോലെ ഒരുപാട് സ്ക്വയർ ഫീറ്റുകളോടെ വന്നിട്ട് നമുക്ക് ആ അവസാനത്തെ ദുആ ഒന്ന് സാരവത്താക്കാൻ നമുക്ക് സാധ്യമാവണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. ഏതായാലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചാണ് ഞാൻ എൻ്റെ ഈ സംസാരം ഉപയോഗപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ച് പറയാൻ, ഈ ലോകത്ത് ജീവിക്കാൻ അല്ലാഹു തആല അവസരം നൽകിയ ഏതൊരാളും അവന്റെ ലക്ഷ്യമായി കാണേണ്ടത് ജീവിതത്തിന്റെ വിജയം മാത്രമാണ്. അഥവാ
അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗം കരഗതമാക്കുക എന്ന ഒരു ലക്ഷ്യത്തിനപ്പുറം ഒരു മുഅ്മിനിന് മറ്റൊരു അജണ്ടയുമില്ല. ഒരാൾ ദുആ ചെയ്യുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തമാമൻ നിഅമ, അല്ലാഹുവേ പൂർണ്ണമായ നിഅമത്ത് അനുഗ്രഹം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. അയാളോട് നബി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പൂർണ്ണമായ നിഅമത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അയാളൊന്നും പറഞ്ഞില്ല. റസൂൽ പറഞ്ഞു കൊടുത്തു, എന്താണ് ഒരാൾക്ക് അല്ലാഹു തആല ഇരു ലോകത്തും നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന്. ദുഖൂലുൽ ജന്ന വൽ ഫൗസു മിനൻ നാർ, അതാണ് പൂർണ്ണമായ നിഅമത്ത്. സ്വർഗത്തിൽ പ്രവേശിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയുടെ ലോകമായ നരകത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്യുക. ഇത് മനസ്സിൽ ഒരു ലക്ഷ്യമായി നിശ്ചയിച്ച് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന അവസരങ്ങളെ ഈ വിജയത്തിന് വേണ്ടിയിട്ട് ഒരുക്കുക എന്നതാണ് ഈ പറയുന്ന എന്റെയും ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അല്ലാഹു തആല രണ്ട് വിഭാഗം ആളുകളെ സൂറത്തുൽ ബഖറയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ വേദി ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ തുടങ്ങി, ഇനി ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ ആ വിഭാഗങ്ങൾ ഇവിടെ പരാമൃഷ്ടമായേക്കാം. ഏതാണ് ആ രണ്ട് വിഭാഗം? അതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടാത്തവർ ഇവിടെ ഉണ്ടാവില്ല. ദൗർഭാഗ്യവശാൽ നമുക്കൊക്കെ ഒരു ദുസ്വഭാവമുണ്ട്. ഏത് കാര്യവും നാമുമായി ബന്ധപ്പെട്ടതല്ല, എന്നെ ബാധിക്കുന്നതല്ല എന്ന ഒരു അവഗണനയോടെ കാര്യങ്ങളെ സമീപിക്കുക. രോഗത്തെക്കുറിച്ച് പറയാണ്, അതെനിക്കല്ല, അതെന്റെ ആരുടെയോ അല്ല. ഭൂചലനത്തെക്കുറിച്ചും ഇങ്ങനെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, അല്ലേ? സമ്പത്തവൻ മോഹിക്കുന്നുണ്ട്. ഞാൻ ഈ ആരോഗ്യത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെ കാര്യവും. പക്ഷേ അതവൻ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ആർത്തിയുടെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. അവൻ കരുതുന്നത് ധനമാണ് വിജയത്തിന്റെ അടയാളം എന്നതാണ്. പണമാണ് എന്റെ വിജയത്തിന്റെ അടയാളവും അതിന്റെ നിദാനവും എന്ന ഏറ്റവും മോശമായ ചിന്തയാണ് അവന് ജീവിതത്തിൽ നയിക്കുന്നത്, അല്ലേ? പണമില്ലാത്തവരെ അവൻ കെട്ടിത്താഴ്ത്തി സംസാരിക്കും. ഞാൻ പണമുണ്ടായതുകൊണ്ട്, മുതലാളിയായതുകൊണ്ട്, ധനമുള്ളവനായതുകൊണ്ട്, എനിക്ക് നല്ല വീടുണ്ടായതുകൊണ്ട്, എനിക്ക് നല്ല കാറുണ്ടായതുകൊണ്ട് ഞാൻ മറ്റുള്ളവനേക്കാൾ മുകളിൽ നിൽക്കുന്നവനാണ്. പണമില്ലാത്തവന് സ്ഥാനമില്ല. അവൻ കെട്ടിത്താഴ്ത്തി മറ്റുള്ളവരെ കുറച്ച് സംസാരിക്കുമെന്ന് മാത്രമല്ല, അവൻ അവന്റെ ധനത്തെ ഇങ്ങനെ എണ്ണിക്കണക്കാക്കുകയും ചെയ്യും. തന്നെയുമല്ല, അവൻ കരുതുന്നത് എന്റെ ഈ പണം കാരണമാണ് ഞാനിവിടെ വിജയിയായി പരിലസിക്കുന്നത് എന്നതാണ്. അങ്ങനെ കരുതുന്ന ഒരാൾ മക്കയിൽ ജീവിച്ചിരുന്നു. അവന്റെ പേരാണ് ആസ് ബിൻ വാഇൽ. ആസ് ബിൻ വാഇൽ ലഅനത്തുല്ലാഹി അലൈഹി. അവൻ ഇതേ സ്വഭാവക്കാരനായിരുന്നു. പണമില്ലാത്തവരെ അവൻ താഴ്ത്തി സംസാരിക്കും. അവൻ ഇരിക്കുന്നിടത്തേക്ക് അവർക്ക് വരാൻ പാടില്ല. ആരെങ്കിലും ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടാൽ തന്നെ അവൻ അയാളെ പരിഹസിക്കും. അവൻ പാവപ്പെട്ടവനാണ് എന്നുള്ളതിന്റെ പേരിൽ. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ. ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. കുറച്ച് പൈസ ഉള്ള ആളോട് തന്നെ അവനൊക്കെ ഇപ്പൊ എന്നാ മുതലാളിയായത് എന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ, അല്ലേ? ഇവന്റെ ശല്യം ഭയങ്കരായിരുന്നു. ഇവൻ പണമുണ്ടാക്കുന്നതാവട്ടെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയായിരുന്നു. ആരുടെ അടുക്കൽ എന്തുണ്ടെങ്കിലും
അതെങ്ങനെയെങ്കിലും എന്റെ പോക്കറ്റിലെത്തട്ടെ, ഈ ഒരു ചിന്തയല്ലാതെ അവനുണ്ടായിരുന്നില്ല. അള്ളാഹു അവനെയും അത്തരക്കാരെയും ശപിച്ചുകൊണ്ടാണ് പറഞ്ഞത്, സർവനാശവും ഇരുലോക പരാജയവും, അതല്ലെങ്കിൽ നരകത്തിലെ വൈലെന്ന അവസ്ഥയും, നരകത്തിലെ ഏറ്റവും ഭീകരമായ ശിക്ഷ ആർക്കുള്ളതാണ്? ലികുല്ലി ഹുമസത്തിൽ ലുമസ വൈലുൽ ലികുല്ലി ഹുമസ. രൂപ അവിടെ ചെലവായി എന്നുള്ളതല്ലാതെ ഒന്നും കണ്ടില്ല. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പെരിന്തൽമണ്ണയിൽ കൊണ്ടുപോകണം. അവിടുന്ന് 10,000. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ മിംസിൽ കൊണ്ടുപോകണം. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അമൃതയിൽ മെഡിക്കൽ ട്രസ്റ്റില്. അങ്ങനെ അവസാനം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് ഇയാളെ വെല്ലൂരിൽ കൊണ്ടുപോയി. ലക്ഷക്കണക്കിന്, ഏകദേശം 4.25 ലക്ഷം രൂപ ഈ ഹോസ്പിറ്റലുകളിലെല്ലാമായി ചെലവായി. ഭാഗ്യവശാൽ അയാളുടെ വയറുവേദന മാറി. എന്നിട്ട് അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരും. പള്ളിയിൽ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായമക്കാനിയിലേക്ക് പോയി. അവിടെയുള്ള കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ സംസാരിക്കും, വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഒറ്റപ്പാലത്ത് പോയതും, മെഡിക്കൽ ട്രസ്റ്റിൽ പോയതും, വെല്ലൂരിൽ പോയതും, അവിടെ തന്നെക്കാളും വലിയ രോഗമായിട്ട് ഒരാൾ വന്നതും, അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നൊരു വർത്താനുണ്ട്, ഞാനൊക്കെ പൈസ ഉള്ള ആളായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ പറയില്ല, പൈസ ഇല്ലാത്തവനാണെങ്കിൽ ഇപ്പൊ എന്താ അത്ര രോഗം വന്നാൽ ചെയ്യാന്നാ ചോദിക്കുക. ഇത് രോഗത്തിന്റെ കാര്യത്തിൽ മാത്രല്ല അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങളോടൊക്കെ ശരിക്കും വർത്താനം പറയണം. വീടിങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ ചെലവുകൾ ഇങ്ങനെ പറയും. അതിന്റെ നിലത്തിന് ഇത്ര രൂപയാണ്, അതിന്റെ ഗ്രാനൈറ്റ്, അത് പതിക്കാന്, അത് ഉരുട്ടാന്, അത് നീട്ടാന് ഇല്ലാത്ത പൈസ ഇല്ല എല്ലാം പറഞ്ഞിട്ട് പറയുന്നത്. ഇതില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ ഈ കാലത്ത് ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ഇവിടെ വലിയ ഉള്ള ആളാണ്, എനിക്ക് രോഗത്ത് വന്നപ്പോ ചികിത്സിക്കാൻ പൈസ ഉണ്ടായതുകൊണ്ടാണ് അല്ലേ, എന്റെ മോളുടെ കല്യാണം ശരിയായപ്പോ എനിക്ക് കെട്ടിക്കാൻ കാശുണ്ടായതുകൊണ്ടാണ്. അല്ലാഹു പറയുന്നു, യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ കരുതുന്നത്, അവൻ ഭാവിക്കുന്നത് എന്റെ പണമാണ് എന്നെ ശാശ്വതനാക്കി ഈ ലോകത്ത് ജീവിപ്പിക്കുന്നത് എന്ന്, എന്നെ എല്ലാറ്റിൽ നിന്നും മോചിപ്പിക്കുന്നത് എന്റെ ധനമാണ്, എന്റെ പണമാണ് എന്നാണ് അവൻ കരുതുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, ദുനിയാവിൽ തരണമേ, ദുനിയാവിൽ തരണമേ, ഇങ്ങനെ ആഗ്രഹിച്ച കുറേ ആളുകളുടെ കഥയാണല്ലോ ഖുർആൻ അല്ലേ. ഖുർആൻ ഇങ്ങനെ ആഗ്രഹിച്ച കുറെ ആളുകളുടെ കഥയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ, ബഹുമാനപ്പെട്ട അലം, അല്ലാഹു തആല പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ടില്ലയോ അല്ലാഹു തആല ആദ് സമുദായത്തെ കൊണ്ട് എന്താണ് ചെയ്തത് എന്ന്. ഇറമദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب. ഇങ്ങനെ ആഗ്രഹിച്ച് ജീവിച്ചവരുടെ കഥയാണ് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ നിങ്ങളൊക്കെ തഫ്സീറിൽ ഓതാറില്ലേ. അല്ലാഹു തആല ആദ് സമുദായത്തിന്റെ കഥ ഖുർആനിൽ എത്ര ഇടങ്ങളിലാ പറയുന്നത് അല്ലേ. ഹൂദ് നബിയുടെ പേരിൽ ഒരു സൂറത്ത് തന്നെ, അവരുടെ നാടിന്റെ പേരായ അഹ്ഖാഫ് എന്ന പേരിൽ മറ്റൊരു സൂറത്ത്. ഇവന്മാരൊക്കെ ആരായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? ഭയങ്കര ഉഷാറുള്ള ആളുകളായിരുന്നു. ഇന്നത്തെ യമനിലെ ഹദർമൗത്തിന്റെയും
അപ്രകാരം ഇന്നത്തെ ഒമാനിന്റെയും ഇടയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവരുടെ താമസ സ്ഥലത്തിൽ ബഹുഭൂരിപക്ഷവും ഇന്നത്തെ യമനിന്റെ ഭാഗങ്ങളിലാണ്. ഇവരൊക്കെ വലിയ ആളുകളായിരുന്നു. വലിയ ആളുകൾ എന്ന് പറഞ്ഞ അക്ഷരത്തിലും അർത്ഥത്തിലും വലിയ ആകാര സൗഷ്ഠവമുള്ള ആളുകളായിരുന്നു. ഒരു കുറവുമില്ല. കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും വിപണനം ചെയ്യുക എന്നതായിരുന്നു അവരുടെ സമ്പത്തിന്റെ മൂലധനം. വലിയ ആളുകൾ, നല്ല ആരോഗ്യം, നല്ല സമ്പന്നത. അതിനും പുറമെ നമ്മുടെ ചെറിയ ഒരു സ്വഭാവം എന്താണെന്നറിയോ? വീടുണ്ടാക്കുക. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമുള്ള പോലെ കൂട്ടിക്കോ. എല്ലാവരും ലോകത്തുനിന്ന് വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആവശ്യമുള്ളവന്. ചില ആളുകൾക്ക് ഒരു വീടൊന്നും പോരാ, 2, 3 വീടുകൾ. ഇങ്ങനെ വീട് പണി ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളാണല്ലോ. യതതാവലൂന ഫിൽ ബുനിയാൻ. ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കുക അല്ലെ. കുറെ പുതിയ പുതിയ കോൺട്രാക്ടർമാരുണ്ടാവും, കുറെ പുതിയ പുതിയ സിമെന്റ് കമ്പനി തുടങ്ങും. ഇതൊന്നും കുഴപ്പമുള്ള കേസല്ല കേട്ടോ. അവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു പോകുള്ളൂ. ഞാൻ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയില്ല. അത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ഒന്നാണെന്നുള്ളതാണ്. നമ്മുടെ ഒരു സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ഇവരുടെ സ്വഭാവം? അവർക്ക് ഒഴിഞ്ഞു കാണുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അവർ വീടുകൾ ഉണ്ടാക്കിയിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ മാത്രമല്ല, ആ വീടുകൾ അവർ എടുത്തിരുന്നതാവട്ടെ ആളുകൾക്കിടയിൽ പൊങ്ങച്ചം കാണിക്കുവാനും ഞാനെല്ലാം തികഞ്ഞവനാണ് എന്നറിയിക്കുവാനുമായിരുന്നുവെന്ന് അവരുടെ കഥ പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ഉപദേശിച്ചു. എന്റെ പൊന്നാര സമുദായമേ, നിങ്ങളൊന്ന് നന്നാവും. നിങ്ങൾ ദുന്യാവ് മാത്രം ആഗ്രഹിക്കല്ലേ, നിങ്ങൾ ആഖിറം കൂടെ ആഗ്രഹിക്കും. ഈ ലോകത്ത് നിന്ന് ജീവിച്ചതുകൊണ്ട് മാത്രമൊന്നും ആയില്ല. നിങ്ങൾ മരിക്കേണ്ടവരാണ്. നിങ്ങൾക്ക് ഖബറുണ്ട്, നിങ്ങൾക്ക് മഹ്ശറുണ്ട്, നിങ്ങൾക്ക് ഹിസാബുണ്ട്, നിങ്ങൾക്ക് വിചാരണയുണ്ട്. അവരത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, പോയി പണി നോക്കാൻ പറഞ്ഞു. നീ ഞങ്ങൾക്കിടയിൽ ഏറ്റവും മോശമാണ്, മര്യാദക്ക് നിർത്തിക്കോ, നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കല്ലെടുത്തെറി, ഇവിടുന്ന് പുറത്താക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ആക്ഷേപിച്ചു. എന്തുണ്ടായി? ഇങ്ങനെ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്കുള്ള മറുപടിയാണല്ലോ കല്ലബത് സമൂദ് വആദും ബിൽ ഖാരിയ വഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിത്വാഗിയ وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما. അല്ലേ, 7 ദിവസങ്ങളിൽ 7 പകലുകളും 8 രാത്രികളുമായി വലിയ കൊടുങ്കാറ്റടിച്ചു. ആ സമുദായം മുഴുവനും നശിച്ചുപോയി. കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. അവരെല്ലാവരും തകർന്നു കിടക്കുന്ന ഈത്തപ്പന മരങ്ങൾ പോലെ എല്ലാവരും നശിച്ചുപോയി എന്ന് ഖുർആൻ. ഇതുപോലെയാണ് സമൂദ്, ഫറോവ. അവനെയൊക്കെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആരാവൻ? വലിയ സമ്പന്നൻ, വലിയ കൊട്ടാരത്തിന്റെ ഉടമ. അവൻ എന്തു പറഞ്ഞു? മൂസാ നബിയോടവൻ സംസാരിച്ചത്, ഞാനാണ് ജീവൻ നൽകുന്നവൻ, ഞാനാണ് മരണം നൽകുന്നവൻ. ജീവിക്കണോ മരിക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇനി മുതൽ ഞാനാണ് മഴ വർഷിപ്പിക്കുന്നവൻ. ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ നദികൾ മുഴുവൻ എന്റേതാണ് എന്നവൻ പറഞ്ഞു. അവൻ വ്യഭിചാരിയായിരുന്നു, വലിയ വ്യഭിചാരി. കരയിലും കടലിലും അവൻ വ്യഭിചരിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അവിടെയുള്ള വലിയ നദിയായിരുന്നല്ലോ നൈൽ നദി. ഈ നൈൽ നദിയിലേക്ക് വലിയ വലിയ ബോട്ടുകൾ ഉണ്ടാക്കി ആ ബോട്ടുകളിൽ പോയിട്ടവൻ തിബുത്തി പെൺകുട്ടികളുമായി സല്ലപിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്തു. അവന് പ്രായമേറിയപ്പോൾ അവന്റെ താടിയും മുടിയും നിരക്കാൻ തുടങ്ങിയപ്പോ അവൻ തന്റെ താടിക്കും മുടിക്കും കറുത്ത ചായം തേച്ച് ലോക ചരിത്രത്തിൽ ആദ്യമായി അവൻ താടിയുടെയും മുടിയുടെയും നിറവ്യത്യാസം വരുത്തി. ഇങ്ങനെയെല്ലാം മാതൃകയായ ഇവനവസാനം എന്തുണ്ടായി? സൂയസ് ഉൾക്കടലിൽ അവനെ നാം മുക്കി കൊന്നു കളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല.
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. ഇനി എന്താണ് ഇവർക്ക് കിട്ടുന്നത്? ഇത്തരം ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആദിനെ കുറിച്ച് മാത്രമല്ല, ഇത് ഫിർഔനെ കുറിച്ച് മാത്രമല്ല. നമുക്കിടയിൽ ഇത്തരം സ്വഭാവങ്ങളുള്ളവരുണ്ടല്ലോ. ജീവിതമെന്നാൽ ദുനിയാവിലെ ജീവിതം മാത്രമാണ്. ഇവിടെയുള്ള സൗകര്യങ്ങൾ, ഇവിടെയുള്ള സുഖങ്ങൾ, ഇവിടെയുള്ള സമ്പന്നത, ഇവിടെയുള്ള ജീവിതത്തിന്റെ സൗകുമാര്യങ്ങൾ അല്ലേ? ഇൽമ പഠിക്കുന്നത് പോലും അതിനുവേണ്ടിയായി മാറുന്ന ഒരു കാലഘട്ടം. ഞാൻ മുതഅല്ലിമീങ്ങളോടും കൂടെയാണ് പറയുന്നത് അല്ലേ? അല്ലാഹു തആല പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാലഘട്ടം എന്താ പറഞ്ഞത്? ഇൽമ നേടപ്പെടുന്നു, പക്ഷേ ദീൻ എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലാതെ. ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ നിയത്ത് നന്നാക്കാത്തവരെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഓരോ കോഴ്സുകളെ കുറിച്ചും ഇങ്ങനെ പറയുമ്പോ അല്ലേ, പട്ടിക്കാട് ജാമിയ നൂരിയയുടെ കോഴ്സ് പറയുമ്പോ, നന്ദി ദാറുസ്സലാമിന്റെ കോഴ്സ് പറയുമ്പോ, ഇന്ന് ലോകതലത്തിൽ തന്നെ ശ്രദ്ധേയമായ വാഫി കോളേജുകളെ സംബന്ധിച്ചും ആ സ്ഥാപനത്തിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ചും അതിലെ കോഴ്സുകളുടെ മഹത്വങ്ങളെ സംബന്ധിച്ചും പറയുമ്പോ, അതുപോലെയുള്ള വലിയ വലിയ സംരംഭങ്ങളെ കുറിച്ച് പറയുമ്പോ, ദാറുൽ ഹുദായുടെ സിലബസിനെ കുറിച്ച് പറയുമ്പോ ചോദിക്കാനുള്ളത് എന്താ അവിടെ പഠിച്ചിട്ട് കിട്ടുക? എന്താ അവിടെ പഠിച്ചാലാവുക? ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ആ വിഷയം വളരെ ഗൗരവപൂർവമായി സാധാരണ ബഹുമാനപ്പെട്ടവരുടെ സന്നദ്ധാന പ്രസംഗങ്ങളിൽ പറയാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, ഖിയാമത്ത് നാളാവുമ്പോ അതുപോലും എന്തിനു വേണ്ടി? ദുന്യാലി ദുന്യ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. എന്താ ഉണ്ടാവുക? വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. പരലോകത്ത് ചൊല്ലുമ്പോ അവർക്ക് ഒരു നേട്ടമോ അത് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വിജയമോ അവർക്ക് കാണാൻ കഴിയില്ല അല്ലേ? പരലോകത്ത് അവ ഇങ്ങനെ ചെല്ലുമല്ലോ, റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമല്ലോ. ലൈസ ബൈനഹു വ ബൈനല്ലാഹി തർജുമാൻ. അല്ലാഹുവിന്റെയും നിന്റെയും മുമ്പിൽ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവില്ല. നീ എന്ത് പറയുന്നു, നിന്നോടെന്ത് ചോദിക്കുന്നു, അത് നിനക്കറിയാവുന്ന ഭാഷയായിരിക്കും, അത് പടച്ചവനും അറിയാവുന്ന ഭാഷയായിരിക്കും. മിണ്ടാൻ കഴിയില്ല. ചോദ്യങ്ങൾക്കൊക്കെ അവങ്ങനെ നോക്കും, പടച്ചവനെ എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അവനിങ്ങനെ നോക്കും. ഫയൻദുറു ഐമൻ. അവനവന്റെ വലതുഭാഗത്തേക്ക് നോക്കും, എന്തെങ്കിലും ഉണ്ടോ എനിക്കൊന്ന് കൈപിടിക്കാൻ. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ചെയ്തു കൂട്ടിയെല്ലാം അല്ലാഹു തന്ന ആരോഗ്യം ഉപയോഗിച്ച് ചെയ്ത മുൽമകള്, അള്ളാഹു തന്ന സമ്പത്ത് ഉപയോഗിച്ച് ചെയ്ത വേണ്ടാധീനങ്ങൾ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതല്ലാതെ എന്താ ഉണ്ടാവുക? ഫക്കീർ നന്നായി, ഒരു ദരിദ്രനായ പൈസ ഒന്നുമില്ലാത്ത സമ്പന്നനില്ലാത്ത ദുന്യാവിൽ അല്ലാഹു തആല ഇങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതി നൽകാത്ത ഒരാൾ സ്വാലിഹായി. നല്ല ഒരു സമ്പന്നനുണ്ടായിരുന്നു, പൈസയൊക്കെ ഉണ്ടാവുമ്പോഴും ഗൾഫിൽ പോയി പണമുണ്ടായപ്പോഴും അവനും നന്നായി. നമ്മൾ ഈ പാവം പണക്കാരൻ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ടാറ്റയെ കുറിച്ചും ബിർളയെ കുറിച്ചോ ഒന്ന് മനസ്സിലാക്കേണ്ട, നമ്മളൊക്കെ അതിൽ പെട്ടവരാണ്. ആപേക്ഷികമായിട്ട് നന്നായി, രണ്ട് കൂട്ടരും നന്നായി. പൈസ ഉള്ളവര് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അനന്തരം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ, ധനാഢ്യന്മാരല്ലേ. മരിച്ചു പോണ സമയത്ത് ഒന്നുമില്ലാത്തവരെ ഫക്കീർ എന്ന് പറയാം. മരിച്ചു പോണ സമയത്ത് മറ്റുള്ളവർക്ക് അനന്തരം കൊടുക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളൊക്കെ പൈസ ഉള്ളവരാണ്. അല്ലാത്തവരെ പറ്റി പറഞ്ഞോ, വേണമെങ്കിൽ ഫക്കീർ എന്ന് പറഞ്ഞോ. ഏതായാലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, പൈസക്കാരനായ ധനാഢ്യനായ സമ്പന്നനായ ഒരു മുതലാളി സ്വർഗത്തിൽ കടക്കുന്നതിന്റെ 500 കൊല്ലത്തിന് ശേഷമാണ്. 500 കൊല്ലം മുമ്പ് തന്നെ പാവപ്പെട്ടവനെ അല്ലാഹു സ്വർഗത്തിൽ കടത്തുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.
എന്തുകൊണ്ട്? ഇവൻ ഒരുപാട് കാര്യത്തിന് മറുപടി പറയാനുണ്ട്. മഹാന്മാര് ചൂണ്ടിക്കാണിക്കുന്നു ആ മറുപടി ഈ പണം ഇവൻ എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ആ ഉപയോഗപ്പെടുത്തലാവട്ടെ, ഇവന്റെ ഭാര്യ ഇതുപയോഗിച്ച് എന്ത് ചെയ്തു, ഇവൻ ഇതിന്റെ ഉത്തരവാദിയാണ്. ഇവന്റെ മക്കൾ ഇതുപയോഗിച്ച് എന്ത് ചെയ്തു, ഇവൻ ഇതിന്റെ ഉത്തരവാദിയാണ്. ഇവന്റെ മക്കൾക്ക് ഇവൻ എന്തെല്ലാം ഇതിൽ നിന്ന് നൽകി, ഇവൻ അതിന്റെ ഉത്തരവാദിയാണ്. ആ പണത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായി തീർന്നോ, ആ ധനത്തിലൂടെ എന്തെല്ലാം സംഗതികൾ നടന്നോ, എല്ലാറ്റിന്റെയും ഉത്തരം അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ടല്ലാതെ സ്വർഗം കിട്ടില്ല എന്നാണ് ഹദീസിന്റെ താല്പര്യം. നോക്കൂ, നിങ്ങൾ വലത്തുഭാഗത്തേക്ക് നോക്കൂ. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, മുമ്പ് ചെയ്തത് മാത്രമേ കാണൂ. ഇടത്തോട്ടും നോക്കും, ഇതൊക്കെ ഹദീസാണല്ലോ. മുമ്പ് ചെയ്തതേ കാണുള്ളൂ, നന്മ ഒന്നുമില്ല. പിന്നിലേക്കും മുന്നിലേക്കും നോക്കും. ഫലാ യറാ ഇല്ലന്നാറ തിൽഖാഅ വജ്ഹി, മുമ്പിൽ അവൻ കാണുന്നത് കത്തിയാളുന്ന നരകം മാത്രമാണ്, വേറൊന്നുമില്ല, നരകം മാത്രം. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീന്ത് കൊടുത്തിട്ടാണ് നരകത്തിൽ നിന്നുള്ള മോചനത്തിന് നിങ്ങൾക്ക് അവസരം നൽകുന്നത് എങ്കിൽ നിങ്ങൾ അത് കൊടുക്കേണ്ട അവസരങ്ങളിൽ അത് കൊടുക്കണേ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ രണ്ടാമത്തെ വിഭാഗം, ഒന്നാമത്തെ ദുനിയാവ് മാത്രം അതിന്റെ പണിയുമായിട്ട് നടക്കുന്നവർ. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ടല്ലോ, ഏതാണത്? വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതൊരു ദുആയാണ്. ഇത് ദുആരക്കാണ്, നമ്മളാരും ദുആ അവസാനിപ്പിക്കാറില്ല. ഇത് ദുആ ചെയ്യുമ്പോൾ ഇത് കേവലം ഒരു ദുആ മാത്രമല്ല, എന്നാൽ ഇത് ദുആയാണ് താനും. നബി ഏറ്റവും കൂടുതൽ ദുആ ചെയ്തതായിരുന്നു. ഇത് ജാമിഉ ദുആയിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങളുള്ള ദുആയാണല്ലോ ഇത്. അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നീ തരേണമേ, പക്ഷെ വെറുതെ തന്നാൽ പോരാ, ഹസന, നല്ലത് തരേണമേ, ഖൈറായത് തരേണമേ, ഹലാലായത് തരേണമേ, ഹറാമായത് തരരുതേ, പലിശയുടേത് തരല്ലേ, ലോൺ എടുത്തിട്ടുള്ളത് തരല്ലേ, അല്ലാഹുവേ മറ്റൊരുത്തന്റെ ഹക്ക് തരല്ലേ, ഹറാമായ ഭക്ഷണം കഴിക്കാൻ അവസരം തരല്ലേ, അല്ലാഹുവേ നല്ല ആരോഗ്യം തരേണമേ, നല്ല കുടുംബം തരേണമേ, നല്ല മക്കളെ തരേണമേ, നല്ല ഭാര്യയെ തരേണമേ. എന്തൊക്കെ ഹസനയായിട്ടുണ്ടോ അത് മുഴുവൻ എനിക്ക് നീ തരണേ അല്ലാ. ഫിദ്ദുനിയാ ഹസന, ഇതേതെങ്കിലും വലിയ മഹാൻ എന്ന് പറയുന്ന ആൾക്കുള്ളതല്ല, എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളതാണിത്. ഫിദ്ദുനിയാ ഹസന, ദുനിയാവിലുള്ള നന്മ. നിങ്ങൾ സാധാരണ ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്ന് വിചാരിക്കുക. ഓട്ടോ ഡ്രൈവർമാരുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കാൻ പറയില്ല. ഏത് തൊഴിലെടുക്കുന്ന ആള്, ഞാൻ ഉദാഹരണം പറയാണ്, ഒരു ഓട്ടോ ഓടിക്കുന്ന ആള് എല്ലാവരുടെയും മനസ്സിൽ വേഗം വരും. ഒരു പെയിന്റ് അടിക്കുന്ന ആള് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര വേഗം വന്നോളുന്നില്ല. ഒരു ഓട്ടോ ഓടിക്കുന്ന ആൾ പെട്ടെന്ന് മനസ്സിൽ വരും, ഏതെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവറുടെ, അല്ലേ? അതുകൊണ്ട് പറയാം, നിങ്ങളുടെ ആ മഹത്വം, നിങ്ങളുടെ ആ പ്രവർത്തനം ഫിദ്ദുനിയാ ഹസനയല്ലേ, ദുനിയാവിൽ നിങ്ങൾ നന്മ ആഗ്രഹിച്ചുകൊണ്ടല്ലേ അത് ചെയ്യുന്നത്. ഒരു ഹദീസ് ഇങ്ങനെയാണ്, നീ ഒരു പാവപ്പെട്ടവന് ധർമ്മം കൊടുക്കുന്നുണ്ട്. ഒരു ഹദീസിന്റെ തുടക്കമാണ്, നീ ഒരു പാവപ്പെട്ട ഒരു മിസ്കീനായ ഒരാൾക്ക് ധർമ്മം കൊടുക്കണം. നീ ഒരു വിധവക്ക് ധർമ്മം കൊടുക്കുന്നുണ്ട്. ഒരു വിധവ, ഭർത്താവ് മരിച്ചുപോയ ഒരു പാവപ്പെട്ട ആൾക്ക്, ഒരു പാവപ്പെട്ട സ്ത്രീക്ക് നീ സ്വതക്ക കൊടുക്കുകയാണ്.
അങ്ങനെയുള്ള നീ കൊടുക്കുകയാണ് നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഇയാലിന് വേണ്ടി, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നീ ചെലവഴിക്കുമ്പോ നീ ഫക്കീറിന് കൊടുക്കുന്നതിനേക്കാൾ, നീ മിസ്കീനിന് കൊടുക്കുന്നതിനേക്കാൾ, നീ വിധവക്ക് കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹു നിനക്ക് കൂലി തരുന്നത് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്ന സ്വതക്കയാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓട്ടോ ഡ്രൈവർ ആലോചിക്കാണ്, അവൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഒരു സ്വതക്കയാണ് അല്ലേ? അതാ നിയ്യത്തുണ്ടെങ്കിൽ തന്നെയുമല്ല, അവൻ ചിന്തിക്കുന്നുണ്ടോ ചെയ്യുന്ന ആ പണിയുണ്ടല്ലോ അതെത്രമേൽ വലിയ സാമൂഹിക സേവനമാണെന്ന്. രാത്രി 12 മണി കഴിഞ്ഞ് ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് നാട്ടിലുള്ള പാവപ്പെട്ടവന്റെ വീട്ടിൽ നിന്ന് മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിളി വരുന്നത്. മടിയേതും കൂടാതെ എഴുന്നേറ്റ് പോയാൽ ഓട്ടോ കൂലിയല്ല, പടച്ചോന്റെ അടുത്ത് കിട്ടുന്ന കൂലിയെ കുറിച്ച് അവൻ ആലോചിച്ചിട്ടുണ്ടോ? അല്ലേ? ഒരാളെ കുടുംബത്തിലേക്ക് അവൻ കൊണ്ടുപോയി ആക്കുമ്പോ, ഒരാളെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ എത്തിക്കുമ്പോ അല്ലാഹു തആല അവന് നൽകുന്ന സേവനത്തിന്റെ പ്രതിഫലം, സഹായത്തിന്റെ പ്രതിഫലം, അല്ലാഹു തആല സഹോദരന്മാരെ സഹായിക്കുന്നതിന് അവന് നൽകുന്ന കൂലി അവൻ ചിന്തിച്ചിട്ടുണ്ടോ? അവന് പടച്ചോന്റെ അടുക്കൽ വലിയ കൂലിയ. ഒന്ന് കുടുംബത്തിന് കൊടുക്കുന്നു, മറ്റൊന്ന് സമൂഹത്തിന് അവൻ സേവനം ചെയ്യുന്നു. കച്ചവടക്കാരനും ഇങ്ങനെയാണ്. ഞാൻ പറയേണ്ടതില്ലല്ലോ. നിങ്ങളുടെ ഈ പ്രദേശത്തെ ഒരാൾ പലചരക്ക് കട നടത്തുന്നുണ്ടെന്ന് വിചാരിക്ക്, അവൻ ചെയ്യുന്നത് ഏറ്റവും വലിയ സേവനമാണല്ലോ അല്ലേ? ഒരാൾക്ക് പഞ്ചസാര വാങ്ങാൻ അയാൾ ഒറ്റപ്പാലം ടൗണിൽ പോകണം, പക്ഷേ കച്ചവടക്കാരൻ ചെയ്യുന്നത് ഏറ്റവും വലിയ സേവനമാണ്. അവൻ പഞ്ചസാര വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്, ഉള്ളി വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ജീവിതവും നടക്കുന്നു, പുറമെ സാമൂഹികമായ സേവനങ്ങളും നടക്കുന്നു. നിയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ അതാണ് ഫിദ്ദുനിയാ ഹസന, ഏറ്റവും വലിയ ബറക്കത്ത്. കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അല്ലാഹു തആലയുടെ സഹായത്തോടെ അങ്ങോട്ട് നടക്കും. അവൻ മോളെ കെട്ടിക്കും, അവൻ വീടുണ്ടാക്കും, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യും. അവന്റെ സഹോദരി പ്രസവിക്കും, അതിന്റെ കാര്യങ്ങൾ അവൻ ചെയ്യും. അവന്റെ ഭാര്യ പ്രസവിക്കും, അവനതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഒന്നിനും ഒരു മുടക്കില്ല, കാരണം ഇവന്റെ സമ്പാദ്യം ഹലാലാണ്. അതേ സമയത്ത് അവൻ ജനങ്ങളെ വഞ്ചിക്കുന്നവനാണെങ്കിൽ, 100 വാങ്ങേണ്ടടുത്ത് 150 വാങ്ങുന്നവനാണെങ്കിൽ, 30 രൂപ വിലയുള്ളിടത്ത് 35 വാങ്ങുന്നവനാണെങ്കിൽ, ജനങ്ങളുടെ ധനം കൊള്ളയടിക്കുന്നവനാണെങ്കിൽ, ജനങ്ങളെ വെറുപ്പിക്കുന്നവനാണെങ്കിൽ, നിർമ്മലമായി പെരുമാറാത്തവനാണെങ്കിൽ, വഞ്ചിക്കുന്നവനാണെങ്കിൽ, കൂലിപ്പണി എടുക്കുന്ന തൊഴിലാളിയാണ്, പക്ഷെ അവൻ വഞ്ചിക്കുകയാണ് ജനങ്ങളെ. കൂലിപ്പണി എടുക്കുമ്പോ അവൻ പറ്റിക്കാണ്, പെയിന്റ് അടിക്കുമ്പോ അവൻ പറ്റിക്കാണ്, കോൺട്രാക്ടറുടെ കീഴിൽ ജോലി ചെയ്യുമ്പോ അവൻ ആളെ വഞ്ചിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യില്ല. ഫിദ്ദുനിയാ ഹസന എന്ന് പറഞ്ഞത് അവനില്ല. ഫിദ്ദുനിയാ ഹസന അവൻക്കില്ല, ഫിദ്ദുനിയ അവൻക്കുണ്ട്, അതും അവന് തികയില്ല അല്ലേ? ഗൾഫിൽ പോകണം, ഒരാളോട് കാര്യമായിട്ട് പറഞ്ഞു എങ്ങനെങ്കിലും ഒരു വിസ ഒപ്പിച്ചു തരണം. അവസാനം ഒപ്പിച്ചു കൊടുത്തു. നോക്കുമ്പോൾ പറയുന്നു വിസ ടിക്കറ്റ് രണ്ടും കൂടെ കൂടിയിട്ട് 1,10,10,000 രൂപ വേണം. ഓ, ഭാര്യയോട് അന്ന് വരില്ലാത്തൊരു സ്നേഹം. കാരണം എന്താ? ഒരാളോട് ചോദിച്ചോടാ, 1,10,10,000 രൂപ തരാണ്ടോ? ആര് കൊടുക്കണം? അവസാനം കൊടുക്കാൻ പറ്റിയ ഒരാളുണ്ടല്ലോ വീട്ടില്, അതാരാ? ഭാര്യ തന്നെ. പതിവില്ലാത്തൊരു സ്നേഹം. ഇങ്ങനെ പറയാൻ തുടങ്ങി. അബുദാബിയിലെ ഹൗസ് ഡ്രൈവറുടെ ജോലിയാണ്. എന്താണ് അപ്പൊ നീ ഇവിടെ ഹൗസ് വൈഫ്, ഞാൻ അവിടെ ഹൗസ് ഡ്രൈവർ, രണ്ടും സമാണ്. എന്താ പിന്നെ സൗകര്യം, സുഖം, നമുക്ക് അവിടെ പോയാലോ? പോയിക്കോളി. 1 കൊല്ലം കൊണ്ട് നമ്മളുടെ കടൊക്കെ വീടും, ആയിക്കോട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് നിന്നെ കൊണ്ടുപോകും. പിന്നെ ബാക്കിക്കൊന്നും അവള് മറുപടി പറയുന്നില്ല, കാരണം അവളെങ്ങനെ ആലോചിക്കാണ്, പടച്ചോനെ ആ വിമാനത്തിലൊക്കെ ഇങ്ങനെ പോകുമ്പോ എന്തോ ഒരു രസമായിരിക്കും അല്ലേ? അങ്ങനെ ഇതിനൊക്കെ വേണ്ട പണി എന്താണെന്നറിയോ? നിന്റെ ഒരു 4-5 പവൻ എനിക്ക് തരണം, കുറച്ച് വള, ഒരു മാല, എല്ലാം കൂടെ തന്നാൽ നമുക്കത് കൊണ്ടുപോയിട്ട് തൊട്ടടുക്കലുള്ള സഹകരണ ബാങ്കിൽ പണയം വെച്ചിട്ട് 1,10,10,000 രൂപ ഉണ്ടാക്കിയാലേ പോകാൻ പറ്റുള്ളൂ. ഇതാണ് ലോണ്, പലിശ അല്ലേ?
എന്നിട്ട് വീട്, എന്നിട്ട് കുടുംബജീവിതം, എന്നിട്ട് കല്യാണം. എന്താ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഹസനയാവൂല, ഒരു മൂമിനത് ചെയ്യൂല. അതിലൂടെ ഉണ്ടാകുന്ന സമ്പാദ്യത്തിൽ അള്ളാഹുവിന്റെ സഹായം ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ കൊടുക്കുന്ന സ്വതക്കയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുകയില്ല, ആ സ്വതക്ക അള്ളാഹു സ്വീകരിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കണം. കുറെ ആളുകളുണ്ട് ഇങ്ങനെ ഹറാം ഉണ്ടാക്കിയിട്ട് അതിന്ന് ഇങ്ങനെ കൊടുക്കുക. പടച്ചോൻ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ കുട്ടികളൊക്കെ ശരിക്കും ആമീൻ പറഞ്ഞോളൂ. ഹലാലല്ലാത്തത് നമ്മുടെ അടുക്കലൊന്നും വരാൻ പാടില്ല. ചില ആൾക്കാർ ഭയങ്കര വില്ലന്മാരുണ്ട് ആ വിഷയത്തിൽ. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കല്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആയിട്ടൊന്നും ഒരു കാര്യമില്ല. പലിശയുമായിട്ട് ബന്ധപ്പെടാത്ത ഹൈറായത് മാത്രം ചെയ്യുന്ന അവരിൽ നിന്നുള്ളതേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക, അല്ലേ? അതാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ എഴുന്നേറ്റ് പോകുമായിരുന്നു. ഇന്നിപ്പോ ഒരാൾ സുബഹിക്ക് വരിക എന്ന് പറഞ്ഞാൽ അതാ വലിയ അത്ഭുതം. അയാൾ സുബഹിക്കൊക്കെ പള്ളിയിൽ വരുന്ന ആളാണ്, അല്ലേ? കല്യാണത്തിന്റെ മാർക്കറ്റിലൊക്കെ ചെറുപ്പക്കാർക്ക് അയാൾ ദീനുള്ള ആളാണെന്ന് തെളിവ്. സുബഹിക്കൊക്കെ അന്ന പിന്നെ എല്ലാ നിസ്കാരം ഒക്കെ സുബഹിക്ക് പള്ളിയിൽ ഉണ്ടാവുന്നുള്ളത്. അന്നതല്ല, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ വേഗം പോവാന്നുള്ളതാണ് അന്നത്തെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നുണ്ടല്ലോ അങ്ങനത്തെ ചില ആൾക്കാർ. ചില ദിവസം കാണാം സാധാരണ സുബഹിക്ക് പള്ളി പോകുന്ന ആൾക്കാർക്ക് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചില ആൾക്കാരുണ്ടോ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഇങ്ങനെ ചെല്ലിയിട്ട് എന്താണ് ട്രൗസർ ഇട്ടിട്ട് ഇങ്ങനെ നടക്കും. പള്ളിക്കല്ല, ഡോക്ടർ പറഞ്ഞു ദിവസം 5 കിലോമീറ്റർ നടക്കണം. അതോടുകൂടെ പിന്നെ അള്ള പറഞ്ഞൊന്നുമല്ലോ എനിക്ക് വിഷയം. ഡോക്ടർക്ക് വേണ്ടിയിട്ട് 5 കിലോമീറ്റർ സാധാരണ പള്ളിയിൽ പോകുന്ന ആൾക്കാർക്ക് വരെ എന്റെ നടത്തം കാരണം ശല്യ. ഒരു കാര്യം ഉണ്ടാവില്ല അത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനേ, അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ എഴുന്നേറ്റ് പോകുമായിരുന്നു. നബി വിളിച്ചു, എന്താണ് നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് കേട്ടുള്ളത്? നിങ്ങൾ ഇടക്കിടക്ക് നിസ്കാരം കഴിഞ്ഞാൽ വേഗം പോകുന്നു. അവിടുന്ന് മറുപടി പറഞ്ഞു, നബിയേ, എന്റെ അയൽ വീട്ടിലുള്ളത് ഒരു ജൂതനാണ്. ഒരു ജൂതന്റെ വീട്ടിന്റെ പരിസരത്താണ് ഞാൻ താമസിക്കുന്നത്. ആ ജൂതന്റെ വലിയ ഒരു ഈത്തപ്പന മരം യാ റസൂലല്ലാഹ് എന്റെ പറമ്പിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാനൊരു ദിവസം നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വൈകി വീട്ടിലേക്ക് ചെന്നപ്പോ ആ ഈത്തപ്പനയിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ കുഴിഞ്ഞു വീണ് എന്റെ വീട്ടിലേക്ക് വീണിരുന്നു. എന്റെ പിഞ്ചുമക്കൾ അതിങ്ങനെ വാരി തിന്നുന്നത്, അതിങ്ങനെ ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു. അവര് തിന്നുന്നത് ഹറാമാണല്ലോ, അനുവദനീയമല്ലാത്ത ഒന്നാണല്ലോ. അതുകൊണ്ടാണ് നബിയേ, എന്റെ മക്കൾ നരകത്തിലുള്ളത് ഭക്ഷിക്കാതിരിക്കാൻ, ഹറാം തിന്നാതിരിക്കാൻ ഞാൻ വേഗത്തിൽ പോകുന്നത് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അത് കാരണമാണ് ആ ജൂതന്റെ ആ അടുക്കൽ നിന്നുള്ള ആ ഈത്തപ്പഴങ്ങൾ വേഗത്തിൽ തിരിച്ചു വലിച്ചെറിയുവാനാണ്. ഇതാ അവരുടെ മനസ്സ്. ഹറാം വരരുത്, നല്ലത് മാത്രമേ വരാവൂ, തെറ്റായതൊന്നും വരരുത്, അന്യന്റേത് വരരുത്, ഹറാമായത് വരരുത്. ഖിയാമത്ത് നാളാകുമ്പോ അത്തരം ഭക്ഷണങ്ങളും അത്തരം കാര്യങ്ങളിലും ഒരു ശ്രദ്ധയും ഉണ്ടാവുകയില്ല. ഹറാമാണോ എന്നൊരാൾ ഗണിക്കുകയില്ല. ഹറാമാണോ ഹലാലാണോ താൻ കഴിക്കുന്നത് എന്ന കാര്യത്തിൽ പരിഗണനയില്ലാത്ത ഒരു കാലം ഖിയാമത്ത് നാളിനോടടുത്ത കാലമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് പടച്ചോന് ഇടക്കിടക്കൊക്കെ ദേ ഞാനിവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ അങ്ങനെ വല്ലാതെ ഞെളിയണ്ട കേട്ടോ എന്ന് കരുതിയിട്ട് അല്ലാഹു തആല നമ്മയൊക്കെ ഇങ്ങനെ വിറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്കത് പത്രത്തിൽ വായിക്കാനും ഓന്ന് പറയാനും മാത്രമേ സമയമുള്ളെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ എത്ര നിസ്സാരരാണ്, എത്ര നിസ്സഹായരാണ്, അല്ലേ? എത്ര നിസ്സഹായരാണ്. ഈ ഭൂകമ്പം സംഭവിച്ചപ്പോ മനുഷ്യന്മാരെക്കാൾ ഉഷാറാണ് പാമ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പത്രത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചൈനയിലൊക്കെ വലിയ പാമ്പ് വളർത്തൽ കേന്ദ്രങ്ങളിൽ, മൃഗശാലകളിലുള്ള പാമ്പിൻ കൂടുകളിൽ 24 മണിക്കൂറും പാമ്പുകളെ നിരീക്ഷിക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു പോൽ പത്രത്തിൽ വാർത്ത വന്നിരുന്നു. എന്തിനാണത്?
മനുഷ്യർക്ക് അറിയുന്നതിനേക്കാൾ ഈ ഭൂമിക്കുണ്ടാകുന്ന പ്രകമ്പനങ്ങളും ഭൂമിയുടെ കമ്പനങ്ങളും ഇത്തരം ഇഴജന്തുക്കൾക്കറിയാൻ കഴിയുമെന്നാണ്. അതിൽ കണ്ടു, സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ സർപ്പങ്ങൾ അവയുടെ ശരീരം കമ്പികളിൽ അടിക്കുകയാണെങ്കിൽ, അവയുടെ മുഖത്ത് വെപ്രാളം കാണുകയാണെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ 5 ദിവസം മുമ്പ് വരെ ഇങ്ങനെ ഒരു ഭൂകമ്പം സംഭവിക്കുന്നു എന്ന വിവരം അവക്കറിയുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര അത്ഭുതമായിട്ടാണ് അവര് പറയുന്നത്. ഇങ്ങനെ ഒന്ന് കേട്ടാൽ നമുക്കത് വലിയ അത്ഭുതമൊന്നുമല്ല. കാരണം എന്താ, നമ്മൾ മുമ്പേ 1ാം ക്ലാസ്സിലും നമ്മളിവിടെ ഇങ്ങനെ ഹദീസുകൾ പഠിക്കുമ്പോ, റിയാദുസ് സ്വാലിഹീൻ നമ്മൾ ഓതുമ്പോ നമ്മളതിൽ എത്രയെത്ര ഹദീസുകളാണ് കേൾക്കാറുള്ളത്. മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യിത്ത് നിലവിളിക്കുന്നത് യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ. മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങളും കേൾക്കും. ഇന്നലിൽ ഖബരി ലഗ്ത, ഖബറിലേക്ക് ഒരു മനുഷ്യനെ വെച്ചാൽ ആ ഖബർ രണ്ടും അങ്ങ് 2 ഭാഗങ്ങളും അങ്ങ് ഇടുന്നുവെന്നാണല്ലോ നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, പടച്ചോനെ ഖബറ 2 ഭാഗത്ത് തൊട്ടുമൊന്ന് അകറ്റിക്കൊടുക്കെ, വേദനിപ്പിക്കല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഘട്ടങ്ങളിലുമായി പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യനെ ഖബറങ്ങ് ഇടുക്കി, ആ ഇടുക്കിയ ശബ്ദമുണ്ടല്ലോ എല്ലാവരും കേട്ടു, മനുഷ്യരൊഴികെ. ഇതാണ് നമുക്കുള്ള പാഠം. നമ്മളൊക്കെ വളരെ നിസ്സാരരാണ്. നമ്മളൊക്കെ അള്ളാഹ് എന്താണോ വിധിക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ ഹറാമ് ഹലാല് ഇത് വ്യത്യാസമില്ലാതെ അങ്ങനെ ജീവിക്കണത്? മുഅ്മിനെ നമ്മൾ മടങ്ങുക, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുക, ഫിദ്ദുനിയ ഹസന ആഗ്രഹിക്കുക, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ. പത്രത്തിൽ നമ്മൾ കണ്ടു, അനുഭവസ്ഥര് പറയുന്നു, കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ പട്ടം പറക്കുന്നത് പോലെ ആ വാക്ക് തന്നെ ഉപയോഗിച്ചല്ലോ, ആ വാക്ക് തന്നെ പട്ടം ഇങ്ങനെ ചലിക്കുന്നത് പോലെ കെട്ടിടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. മക്കയുടെ ഇന്നത്തെ പ്രകൃതി എങ്ങനെയാണ്? ചുറ്റുഭാഗത്തും വലിയ വലിയ മലകളാണ്. ഇന്നും ഈ 21ാം നൂറ്റാണ്ടിലും കെട്ടിടങ്ങളുണ്ട്, വലിയ ഹോട്ടലുകളുണ്ട്, താമസ സൗകര്യങ്ങളുണ്ട്. എന്നാലും മക്കയിൽ അങ്ങോട്ട് പോയിട്ട് നമ്മളന്ന് അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയാൽ വലിയ വലിയ മലകൾ. കഅബന്റെ അടുത്ത് നോക്കിയാൽ വരെ കാണാം വലിയ ജബലുൽ കഅബ. അവിടെ ഇങ്ങനെ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കോറികളൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള വലിയ മല തൊട്ടടുക്ക തന്നെ ഇങ്ങനെ കാണാം നമുക്ക്. വലിയ മലയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മലന്റെ കോലം ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്തായിരിക്കും അന്ന് മല? അവര് വന്നിട്ട് നബിയോട് പരിഹസിച്ച് ചോദിച്ചു, അല്ല മുഹമ്മദ്, നീ അല്ലേ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം ഒന്നായിട്ട് അവസാനിപ്പിക്കുന്നോ, ഈ ഭൂമി ഒന്നായിട്ട് തകരുന്നോ, ഈ മലകളൊക്കെ ഇവിടുന്ന് ഇളക്കണമെങ്കിൽ അല്ലേ എന്താ ഇതിന് ചെയ്യാ? ഇന്നത്തെ കാലത്ത് അങ്ങനെ ചോദിക്കാത്ത ഇവിടെ JCB ഒക്കെ ഉണ്ടായതുകൊണ്ടാന്നുള്ള ചെറിയൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ. അവർക്കൊരു മല ഇല്ലാതാവുക എന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ തന്നെ കഴിയണില്ല. നബിയോട് വന്ന് ചോദിച്ചു, നബിയെ മുഹമ്മദ്, ഈ മലകളൊക്കെ എന്ത് ചെയ്യും ഈ ലോകം അവസാനിപ്പിക്കുന്നത് ഖിയാമത്ത് നാളില്? അതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. മുഹമ്മദുർ റസൂൽ നിശബ്ദനായി. ആ നിശബ്ദതക്ക് വഹയിന്റെ അകമ്പടി ഉണ്ടായിരുന്നു. വയസ്സലൂനക അനിൽ ജിബാൽ, ഈ മലകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നബിയേ അങ്ങയോട് ഖുറൈശികൾ ചോദിക്കും, മക്കാ നിവാസികൾ ചോദിക്കും. പക്ഷേ നബിയേ നിങ്ങൾ ഭയപ്പെടേണ്ട, അതിന് മറുപടി പറയണം. യൻസിഫുഹാ റബ്ബി നസ്ഫാ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. എന്റെ റബ്ബ മലകളെയൊക്കെ പൊടിക്കുന്നതാണ്, അതിനെ ഭസ്മമാക്കി വിതറുന്നതാണ്. ഒരു ഉയർച്ചയോ താഴ്ചയോ നിന്നോന്നതങ്ങളോ ഇല്ലാതെ ഈ ഭൂമിയെ എന്റെ റബ്ബ് ഇങ്ങനെ പരത്തിക്കളയുന്നതാണ്. ഇതൊക്കെ അറിയണം നമുക്ക്. സത്യത്തില് അതൊക്കെ കേൾക്കുമ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ടാണ് നമ്മളൊക്കെ കാണേണ്ടത്. ഭൂകമ്പത്തെ കുറിച്ച് പഠിക്കാൻ ഒരു ശാസ്ത്രശാഖ തന്നെയുണ്ട്, ഭൂകമ്പ ശാസ്ത്രം എന്നൊരു ശാസ്ത്രം തന്നെയുണ്ട്. എത്ര സംവിധാനങ്ങൾ, എന്തേ പറയാൻ കഴിയുന്നറിയോ? അത് അവിടുന്ന് ഉണ്ടായത്. അതിൽ ഇത്രയാണ് അതിന്റെ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. ഇത്ര ആൾക്കാരാ മരിച്ചത്, കെട്ടിടങ്ങളുടെ ഇടയിൽ കുറെ കുടി കിടക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി.
എന്തൊക്കെയാ പറയുന്നത്? പല ആളുകളും അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഞങ്ങൾ അത്ര സഹായിച്ചു, ഇത്ര സഹായിച്ചു, ഇത്ര കോടികൾ ഞങ്ങൾ കൊടുത്തയച്ചു, ഞങ്ങളാണ് അതാദ്യമായിട്ടറിഞ്ഞത്, ഞാനാണ് ആദ്യമായിട്ടറിഞ്ഞത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ നിസ്സാരരാണ്. ഇതൊക്കെ ചെറിയ കുലുക്കാണ്, വലിയ കുലുക്കം വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇതുമായി ബന്ധപ്പെട്ട അറബി ലേഖനത്തിൽ ഞാൻ വായിച്ചു, 1900 മുതൽ ഈ ലോകത്ത് അതിന് മുൻപുണ്ടായതിനേക്കാൾ ഭൂകമ്പങ്ങൾ ഉണ്ടായി. അതായത് മുമ്പ് ലോകം തുടങ്ങിയിട്ട് മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടായ ഭൂകമ്പങ്ങളിൽ 1900 മുതൽ 20ാം നൂറ്റാണ്ട് മുതലാണത്രേ തുടർച്ചയായ ഭൂകമ്പങ്ങൾ, ഏറ്റവും കൂടുതൽ മരണം രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ ഒക്കെ ഉണ്ടായത്. ഹബീബ് പറഞ്ഞതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, ഫിദ്ദുനിയ ഹസന നമ്മൾ ആഗ്രഹിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. അല്ലാഹുവേ, ദുനിയാവിൽ നീ നല്ലത് തരണമേ. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള അവസരം, നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരം. വലിയ ഭാഗ്യം ചെയ്തവർക്കേ അത് കഴിയുള്ളൂ. അസ്സഖിയു ഖരീബും മിനല്ലാഹ് വഖരീബും മിനന്നാസ് വഖരീബുൻ ഇലൽ ജന്നതി വബഈദും മിനന്നാർ. ദുനിയാവിൽ നല്ല രീതിയിൽ സമ്പത്ത് ഉപയോഗപ്പെടുത്തുന്ന പറ്റുള്ള ഒരു ഹദീസാണ്. അള്ളാഹു നമുക്കതൊക്കെ പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയും. മനുഷ്യന്മാർ കുറെ ആൾക്കാർ ഉറങ്ങുന്നുണ്ടോന്ന് സംശയമുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന്, എല്ലാവരും ഒന്ന്, സ്റ്റേജിലുള്ളവരോ സദസ്സിലുള്ളവരൊക്കെ എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കി. സത്യത്തിലൊരു വിദ്യാർത്ഥിക്ക്, ഒരു സാധാരണക്കാരനായ 15 വയസ്സിന് മുകളിലുള്ള ആൾക്ക് മാക്സിമം ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് 20 മിനിറ്റാന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതൊക്കെ എപ്പോഴോ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പഠിത്തവനെ നിർത്തി കിട്ടിയാൽ മതി എന്നിട്ട് ആലോചിച്ചിരിക്കുന്നുണ്ടോ? ഇവരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 40 മിനിറ്റാണ്. അതിനനുസരിച്ചാണ് ഇത്രയും ഗവൺമെന്റ് ഒക്കെ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ് ആക്കിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അവർക്ക് മാക്സിമം ശ്രദ്ധിക്കാൻ കഴിയുന്ന സമയമാണത്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുറെ ആൾക്കാരുണ്ടാവും ഇങ്ങനെ നോക്കിയിരിക്കുന്നു, എന്താ ഇയാൾ ഈ പറയുന്നത് എന്നുള്ളത്. ഒരു സ്വലാത്ത് ചെല്ലി ഒരു ഉഷാറ് കൂടും. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് എന്റെ സമയം ഇവിടെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. എവിടെയാ മമ്മൂട്ടി വയസ്സൊക്കെ പോയോ? ഞാൻ ആകെ നോക്കിയുന്ന ആളാണ്. മൂപ്പരൊക്കെ പോയോ? സമയം കഴിഞ്ഞു എന്നിങ്ങനെ തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഉടനടി നിർത്താം. എന്തൊരു രസമാണ് ഇതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ, അതിന്റെ ആ ഒരു പ്രാസം. അസ്സഖിയു ഖരീബും മിനല്ലാഹ് വഖരീബും മിനന്നാസ് വഖരീബുൻ ഇലൽ ജന്നതി വബഈദും മിനന്നാർ വൽ ബഖീൽ ഖരീബും വബഈദും മിനല്ലാഹ് വബഈദും മിനന്നാസ് വബഈദും മിനൽ ജന്നതി വഖരീബുൻ ഇലന്നാർ. ദുനിയാവിൽ അല്ലാഹു തആല നൽകിയ ഈ സമ്പന്നത ഉപയോഗിച്ചിട്ട് സ്വർഗം നേടുന്ന അസ്സഖിയു, ഉദാരമനസ്കരായ ആളുകൾ, സമ്പത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ, ആരോഗ്യം അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ, ഖരീബും മിനല്ലാഹ്, അവർ അള്ളാഹുവിലേക്ക് വളരെയധികം അടുത്ത ആളുകളാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹാ വലിയ സമ്പന്നയായിരുന്നു. മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു ഖദീജ. ഖദീജയുടെ ധനം എനിക്ക് ഉപകാരപ്പെട്ടയത്ര ഒരാളുടെയും ധനം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ഈ ചടങ്ങ്
ഉദ്ഘാടനം ചെയ്യാനും ഇതിന്റെ അവസാനത്തിൽ സമാപന പ്രാർത്ഥന നടത്താനും നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹവും അവരുടെ അഭിലാഷവും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നല്ലത് തരണമേ, വഫിൽ ആഖിറതി ഹസന, ഈ നന്മകളെല്ലാം ഇവിടെ നിന്ന് ഉപയോഗപ്പെടുത്തി പരലോകത്തും നീ നല്ലതു മാത്രം തരണമേ, വഖിനാ അദാബന്നാർ, നിന്റെ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കുകയും ചെയ്യണമേ. ഇങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുന്നത് എന്താ? ഉലൈക ലഹും നസീബും മിമ്മാ കസബു, ഐഹിക ലോകത്ത് അവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പരലോകത്തവർക്ക് ഗുണമുണ്ട്. വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു തആല അവരുടെ വിചാരണകളൊക്കെ വളരെ എളുപ്പമാക്കുകയും ചെയ്യുന്നവനാണ്. റഹ്മാനായ തമ്പുരാൻ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ നമ്മിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംരംഭം, ഈ സംഗമം അല്ലാഹു തആല പരലോകത്ത് ഗുണപ്പെടുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാമിഅ റഹീമിയ സിൽവർ ജൂബിലി